നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. പുത്രഹ എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രാസമുദ്ഭവൻ എന്നതറിയ നീ എന്നാണ് പുത്രൻ എന്ന പദത്തിൻ്റെ നിർവചനമായിട്ട് അധ്യാത്മരാമായണം പറയുന്നത്. ഈ സംസ്കൃത ഭാഷയിൽ പുത്രൻ എന്ന പുല്ലിംഗ പദം എപ്രകാരമാണോ അർത്ഥവിന്യാസം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് പുത്രി എന്ന സ്ത്രീലിംഗ പദവും. അപ്പോൾ പുത്രനുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ അവസ്ഥകളും പുത്രിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വമാതാപിതാക്കളെ സംബന്ധിച്ചിട്ട് ഉള്ള കർമ്മങ്ങളിൽ പുത്രനുള്ള എല്ലാ അധികാരങ്ങളും ആ പുത്രിക്കും ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കർമ്മങ്ങളിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥാഭേദങ്ങളുടെ അനന്തരഫലമായിട്ട് പുത്രി സ്വയം നിശ്ചയിക്കുകയാണ് ഞാൻ അവിടുന്ന് മാറി നിൽക്കണം എന്ന് നിശ്ചയിച്ചാൽ വേണമെങ്കിൽ പുത്രിക്ക് മാറി നിൽക്കാം. അതല്ലാത്തിടത്തോളം പുത്രനുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ കർമാധികാരങ്ങളും എല്ലാ ചിന്താധികാരങ്ങളും ആ പുത്രിക്കും സനാതനധർമ്മം നൽകുന്നുണ്ട്. നന്ദി, നമസ്കാരം.